60 വർഷത്തിലേറെ പഴക്കമുള്ള കൂവോട് പത്തായച്ചിറ അണക്കെട്ടിന് പകരം ഗതാഗത സൗകര്യത്തോടെ പുതുക്കി നിർമ്മിച്ച പുതിയ അണക്കെട്ടിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. എം വി ഗോവിന്ദൻ എംഎൽഎയുടെ ഇടപെടലിലൂടെയാണ് ജനങ്ങളുടെ ദീർഘകാല സ്വപ്നമായ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായത്. രാവിലെ 9-ന് എംഎൽഎ അണക്കെട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കൂവോട് കീഴാറ്റൂർ കുറ്റിക്കോൽ പ്രദേശത്തെ കൃഷി സംരക്ഷിക്കുന്നതിനും നൂറുകണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ളം ഉപ്പുവെള്ളം കയറി നശിക്കാതിരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് 1957 അന്നത്തെ മുഖ്യമന്ത്രി EMSന്റെ നേതൃത്വത്തിൽ കൂവോട് പത്തായച്ചിറയിൽ അണക്കെട്ട് നിർമ്മിച്ചത്. അന്നത്തെ ജലസേചന നിയമ ജയിൽ മന്ത്രിയായിരുന്ന VR കൃഷ്ണയ്യരായിരുന്നു അണക്കെട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അണക്കെട്ട് കാലപ്പഴക്കത്താൽ തകർന്നതിനാൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനു വേണ്ടി നാട്ടുകാരുടെ ജനകീയ കമ്മിറ്റിയിൽ എല്ലാ വർഷവും മരപ്പലക നിരത്തി മണ്ണ് നിറച്ചാണ് തടയണ നിർമ്മിച്ചിരുന്നത്. കഴിഞ്ഞ 65 വർഷത്തിനിടയിൽ ഇറിഗേഷൻ വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും ഫണ്ടും ഉപയോഗിച്ച് പലതവണ അറ്റകുറ്റപ്രവൃത്തികൾ നടത്തിയിരുന്നു. അറ്റകുറ്റപ്പണികൾ കൊണ്ട് മാത്രം അണക്കെട്ട് നിലനിർത്താനാവാത്ത സാഹചര്യത്തിൽ ഇവിടെ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നത് ജനങ്ങളുടെ ആവശ്യമായിരുന്നു. ഇതോടൊപ്പം കൂവോട് പ്രദേശത്ത് നിന്നും എളുപ്പത്തിൽ കുറ്റിക്കോൽ ദേശീയപാതയിൽ എത്തിച്ചേരുന്നതിനുള്ള പാലവും ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു. ഈ രണ്ട് ആവശ്യങ്ങളാണ് MV ഗോവിന്ദൻ MLAയുടെ ഇടപെടലിലൂടെ ഇപ്പോൾ സഫലമായിരിക്കുന്നത്. ഒരു ചെക്ക് ഡാം എന്നതിനപ്പുറത്ത് ഒരു പാലമായിട്ടാണ് ഇപ്പോൾ ഈ പാലം രൂപകൽപ്പന ചെയ്ത് പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. ഇവിടെ നിന്ന് കുറ്റിക്കോലിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റോഡ് തീരദേശ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഘട്ടമായിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്ന് അത് ഒരു 50% പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. അടുത്ത ഒരു റീച്ചോടുകൂടി ഈ പാലം വരെയുള്ള റോഡിൻ്റെ പ്രവർത്തനവും പൂർത്തീകരിക്കും. അങ്ങനെ വന്നാൽ കുറ്റിക്കോലിൽ നിന്ന് നേരെ തീരദേശം വഴി ഇവിടെ വെള്ളിക്കീൽ പാലത്തിലേക്ക് കൂടി പോകാൻ പറ്റുന്ന ഒരു റോഡായിട്ട് ഇത് മാറും. അതോടൊപ്പം തന്നെ ഇതിനുള്ള ഒരു അനന്ത സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. പ്രത്യേകിച്ചും മോറാഴിയുമായിട്ട് ബന്ധിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉടുപ്പ എന്ന് പറയുന്ന മൂലായി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് നേരെ അപ്പുറത്തേക്ക് ഒരു പാലം നിർമ്മിച്ചാൽ മോറാഴിയിലേക്ക് വളരെ വേഗത്തിൽ തളിപ്പറമ്പിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് വളരെ വേഗത്തിൽ മോറാഴി എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അപ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിലുള്ളൊരു പദ്ധതി നാളെ ആവിഷ്കരിക്കുമ്പോൾ ഈ മോറാഴിയിലേക്കുള്ള ഒരു ഗതാഗത സൗകര്യം കൂടി വളരെ വേഗത്തിൽ മോറാഴിയുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന കുറ്റിക്കോൽ പുഴക്ക് ഒരു പാലം കൂടി നിർമ്മിച്ചാൽ സ്വാഭാവികമായിട്ടും ഇത് നാളത്തെ അനന്തമായ സാധ്യത എന്ന് പറയുന്നത് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ വരാനിരിക്കുന്ന ഭാവിയിൽ വലിയ സാധ്യതയുള്ളതാണ്. ആ സാധ്യതയെ കൂടി ഭാവിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്നതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചെത്തു തൊഴിലാളികൾ ജോലി ചെയ്യുന്ന മേഖലയാണ് കൂവോട്. ഉപ്പുവെള്ളം കയറുന്നത് തടഞ്ഞതോടെ തെങ്ങ് കൃഷി അഭിവൃദ്ധിപ്പെടുമെന്നത് കള്ളുചെത്ത് മേഖലയ്ക്ക് പുത്തൻ ഉണർവാണ് നൽകുന്നത്. MV ഗോവിന്ദൻ MLA അനുവദിച്ച 2,70,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അണക്കെട്ടിന് 46.4 മീറ്റർ നീളമാണുള്ളത്. 2 മീറ്റർ വീതിയുള്ള 15 ഫൈബർ ഷട്ടറുകളുമുണ്ട്. അണക്കെട്ടിന് മീതെ നിർമ്മിച്ച പാലത്തിന് 4.15 മീറ്റർ വീതിയും ആണുള്ളത്. പുതിയ അണക്കെട്ടും പാലവും കാണാനും ആമ്പൽ പൂക്കൾ കണ്ട് തോണിയിൽ യാത്ര ചെയ്യാനും നിരവധി പേരാണ് നിത്യേന ഇവിടെ എത്തിച്ചേരുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.